എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. കൊട്ടിയൂർ ക്ഷേത്രം ജനിച്ച ഒരു കഥയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ദക്ഷയാഗം കഴിഞ്ഞു, യുഗങ്ങൾ പലത് കഴിഞ്ഞു. ഭൂമണ്ഡലത്തിൽ പല മാറ്റവും സംഭവിച്ചിരുന്നു. വരുണൻ അപഹരിച്ച കേരള ഭൂമി ശ്രീ പരശുരാമൻ വീണ്ടെടുത്തു. ഗോകർണത്ത് നിന്നും താൻ വീണ്ടെടുത്ത ഭൂമിയിൽ സഹ്യപർവ്വത പാർശ്വത്തിലൂടെ പരശുരാമൻ നടക്കുകയായിരുന്നു. തെക്കോട്ടേക്ക് പെട്ടെന്ന് യുഗനാഥനായ കലി പാഞ്ഞെടുത്ത് അദ്ദേഹത്തെ പിടികൂടാൻ ഒരുപെട്ടു. അട്ടഹസിച്ചടുക്കുന്ന കലിയെ പരശുരാമൻ പിടിച്ചുകെട്ടി തലയിൽ പ്രഹരിച്ചു. പരശുരാമൻ കലിയെ കൊന്നു കളയുമോ എന്ന് ശങ്കിച്ച് ത്രിമൂർത്തികൾ അവിടെ പ്രത്യക്ഷരായി. കലിയെ മോചിപ്പിക്കാൻ ത്രിമൂർത്തികൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. താൻ വീണ്ടെടുത്ത കേരളക്കരയിൽ കലിബാധയുണ്ടാവില്ലെന്ന് ഉറപ്പു നൽകിയാൽ കലിയെ മോചിപ്പിക്കാമെന്നായി പരശുരാമൻ. ത്രിമൂർത്തികൾ ഒരു ഉപാധിയോടെ ആ ആവശ്യം അംഗീകരിച്ചു. ഈ ഭൂമിയിൽ എല്ലാ വർഷവും വൈശാഖ മഹോത്സവം നടത്തണമെന്നായിരുന്നു ഉപാധി. വിസ്തൃതമായ ദക്ഷയാഗം നടന്നതാണ് ഈ ഭൂമി. ഇവിടെ മഹേശ്വരൻ സ്വയംഭൂവായി കുടികൊള്ളുന്നുണ്ട്. ത്രിമൂർത്തികൾ കൂടിച്ചേർന്നതുകൊണ്ട് കുടിയൂർ എന്ന് ഈ പുണ്യഭൂമി അറിയപ്പെടും. 33 ദേവതകളുടെയും സാന്നിധ്യവും ഇവിടെ ഉണ്ടാവും. ഭാർഗവരാമൻ വ്യവസ്ഥ അംഗീകരിച്ചു. ഉത്സവം നടത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു. സ്വയംഭൂവിൽ പൂജ ചെയ്യാൻ വേണ്ട തന്ത്രവിധികൾ ആവിഷ്കരിച്ചു. തന്ത്രിയായി കളതൻ എന്ന ശ്രേഷ്ഠ ബ്രാഹ്മണനെ നിയോഗിച്ചു. കാര്യങ്ങൾ ഈശ്വരേച്ഛ പോലെ നടന്നു. ഒരു മഹത് ക്ഷേത്രം ജനിക്കുകയായിരുന്നു ഇവിടെ. കുടിയൂർ ക്രമേണ കൊട്ടിയൂർ എന്നറിയപ്പെട്ടു. ചൈതന്യധന്യമായ മഹത് സന്നിധാനം ശ്രീ കൊട്ടിയൂർ. ശ്രീ കൊട്ടിയൂരിൻ്റെ മഹത്വം മനസ്സിലാക്കി ത്രിശിരസ് ഈ ദിവ്യഭൂമി തൻ്റെ തപോവനമാക്കാൻ നിശ്ചയിച്ചു. അദ്ദേഹം ഈ ഭൂമിയിൽ ദീർഘ തപസ്സനുഷ്ഠിച്ചു. ത്രിശിരസിൻ്റെ തപോഭൂമി ആയതിനാൽ കൊട്ടിയൂരിന് മറ്റൊരു നാമം കൂടി ലഭിച്ചു, തൃച്ചെറുമന്ന. ശ്രീ കൊട്ടിയൂരിൻ്റെ ധന്യതയും കേരളത്തിൻ്റെ ഐശ്വര്യവും പരശുരാമ വിദ്വേഷിയായ വിശ്വാമിത്രനെ ചൊടിപ്പിച്ചു. അദ്ദേഹം വൈശാഖ മഹോത്സവം മുടക്കാൻ തന്നെ തീരുമാനിച്ചു. അതിന് ദുർവാസാവിൻ്റെ സഹായം തേടി. ദുർവാസാവ് ഉടൻ കേരളക്കരയിലേക്ക് തിരിച്ചു. ഏഴിമലയിലെത്തിയപ്പോൾ മാലി എന്ന അതിസുന്ദരിയായ ബൗദ്ധ വനിതയിൽ അദ്ദേഹം ആകൃഷ്ടനായി. അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അവൾക്കാകട്ടെ ഒരു വ്യവസ്ഥയെ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് ജനിക്കുന്ന മകന് രാജാധികാരം നൽകണം. ദുർവാസാവ് അത് അംഗീകരിച്ചു. മാലി പുത്രനായ ബൗദ്ധൻ കേരളം അടക്കി വാണു. ആചാരങ്ങൾ ദുഷിച്ചു. ബൗദ്ധഭരണത്തിൽ വൈശാഖ മഹോത്സവം നിർത്തലാക്കപ്പെട്ടു. കൊട്ടിയൂർ വീണ്ടും വിസ്മൃതിയിൽ മറഞ്ഞു. ആ വനഭൂമിയിൽ നിന്നാണ് കുറിച്ച യുവാവ് ഭഗവത് സ്വയംഭൂ കണ്ടെത്തിയത്. വീണ്ടും കൊട്ടിയൂർ ചൈതന്യ കേദാരമായി തീർന്നു. കൊട്ടിയൂരിലെ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പിലാൻ എന്ന കുറിച്ച യുവാവിൻ്റെ പിന്തുടർച്ചക്കാർക്ക് കൈവന്നിട്ടുള്ള നിർണായകമായ അവകാശം ഇന്നും തുടരുന്നു. ഇക്കരെ കൊട്ടിയൂരിലെ ജന്മശാന്തിയായ പടിഞ്ഞാറ്റ തിരുമേനിക്കും ഉത്സവവുമായി ബന്ധപ്പെട്ട് ചില പ്രധാന ചടങ്ങുകൾ നിർവഹിക്കാനുമായി. പഴയ കഥയിലെ 5 നായർ ഭവനങ്ങളിലെ കരിമ്പനക്കൽ ഭവനം കാലാന്തരത്തിൽ ചാത്തോത്ത് ഭവനത്തിൽ ലയിക്കുകയുണ്ടായി. ഇപ്പോൾ നിലവിലുള്ള 4 നായർ തറവാടുകളിലെ കാരണവന്മാരാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഊരാളന്മാർ. പടിഞ്ഞാറ്റ നമ്പൂതിരി സ്വയംഭൂവിലെ രക്തപ്രവാഹം ശമിപ്പിക്കുന്നതിനായി നടത്തിയ അഭിഷേകങ്ങളുടെ ആവർത്തനമായാണ് അക്കരെ കൊട്ടിയൂർ
വൈശാഖ മഹോത്സവത്തിലെ നീരഭിഷേകം, പാലഭിഷേകം, നെയ്യഭിഷേകം, ഇളനീരഭിഷേകം എന്നിവ ഇന്നും നടത്തപ്പെടുന്നത് എന്നാണ് വിശ്വാസം. കൊട്ടിയൂരിലെ ഇന്നത്തെ അനുഷ്ഠാനങ്ങളും പൂജാവിധികളും ചിട്ടപ്പെടുത്തിയത് മഹേശ്വരൻ്റെ അംശാവതാരമായ ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികളാണെന്ന് പുരാവൃത്തങ്ങൾ പറയുന്നു. ആചാര്യസ്വാമികൾ കൊട്ടിയൂരിലെത്തിയെങ്കിലും വാവലിയാറ് കടന്ന് അക്കരെ പോവുകയുണ്ടായില്ല. അക്കരെ കൊട്ടിയൂരിലെ ഓരോ ശിലയും ശിവരൂപമായാണ് ഭഗവത് പാദർക്ക് അനുഭവപ്പെട്ടത്. അതിനാൽ അക്കരെ പാദസ്പർശം അനുചിതമെന്ന് കണ്ട സ്വാമി തൃപ്പാദങ്ങൾ ഇക്കരെ നിന്ന് തന്നെ ദക്ഷിണാമൂർത്തിയെ നമസ്കരിച്ച് തിരിച്ചു പോവുകയാണുണ്ടായത്. ശ്രീ കൊട്ടിയൂരിന് ദക്ഷിണകാശി എന്ന പദവി നൽകിയത് ശങ്കരാചാര്യരാണെന്ന് പറയപ്പെടുന്നു. വടക്കുംകാവ്, വടക്കീശ്വരം എന്നീ പേരുകളിലും ഈ പുണ്യസങ്കേതം അറിയപ്പെട്ടു പോരുന്നു. പ്രദക്ഷിണ വീതിയിലെ സപ്തമാതൃക്കൾ. വിശാലമായ ഭൂപ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ക്ഷേത്ര സങ്കേതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ശ്രീ അക്കരെ കൊട്ടിയൂർ. ക്ഷേത്രത്തിൻ്റെ വിസ്തൃതി സംബന്ധിച്ച അളവുകൾ പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരം വിശ്വകർമാവാണത്രേ കണക്കാക്കിയത്. ഇതനുസരിച്ച് ശ്രീകോവിൽ 4 ഗാതം, ചുറ്റമ്പലം 12 ഗാതം, പുറംഭിത്തി 52 ഗാതം എന്നിങ്ങനെയാണ് സങ്കല്പം. പുറംഭിത്തിയുടെ 4 അതിർത്തികളാവട്ടെ കിഴക്ക് താമ്രച്ചന്ത, തെക്ക് തൃച്ചല്ലൂർ കോട്ട, പടിഞ്ഞാറ് മാമാക്കുന്ന്, വടക്ക് മാണിയൂർ ഗോപുരം എന്നിങ്ങനെയും പറഞ്ഞിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വീതിയിലുള്ള സപ്തമാതൃക്കളുടെ സ്ഥാനം മണത്തണ ശ്രീ സപ്തമാതൃപുരം എന്ന ചപ്പാരം ക്ഷേത്രത്തിനാണ്. തെക്കോട്ട് ദർശനമായിട്ടുള്ള ശ്രീ ചപ്പാരം ക്ഷേത്രം മലബാറിലെ പ്രസിദ്ധമായ ശാക്തേയ ആരാധനാ കേന്ദ്രമാണ്. വൈശാഖ മഹോത്സവത്തിൽ ചപ്പാരം ക്ഷേത്രവും മന്ത്രമൂർത്തികളും ഉൾപ്പെടുന്നുണ്ട്. ചപ്പാരത്ത് പ്രത്യേകമായി ഉത്സവം ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. കൊട്ടിയൂരിലെത്തിച്ചേരുന്ന തീർത്ഥാടകനെ സംബന്ധിച്ചിടത്തോളം പ്രസാദങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് ഓടപ്പൂ പ്രസാദമാണ്. തീർത്ഥാടകൻ്റെ മുഖമുദ്രയായി ഓടപ്പൂ അറിയപ്പെടുന്നു. ഐതിഹ്യ കഥയിൽ നിന്നും പ്രതീകാത്മക ഭാവത്തോടെ കടന്നു വന്ന് വൈശാഖ മഹോത്സവത്തിന് ധവള ചാരുത നൽകുന്ന ഓടപ്പൂവിൻ്റെ പിന്നിലെ കഥയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. ദക്ഷൻ്റെ യാഗത്തിന് വിഘ്നം വരുത്തിയ വീരഭദ്രസ്വാമികളെ ശ്രീ പരമേശ്വരൻ സൃഷ്ടിച്ചത് സ്വന്തം ജടമുടി പറിച്ചെടുത്താണ്. ഈ ജടയുടെ പ്രതീകമാണ് ഓടപ്പൂവെന്ന് ചില ഭക്തന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. എന്നാൽ ദക്ഷൻ്റെ ഉപദേഷ്ടാവായ ഭൃഗുമുനിയുടെ നരച്ച താടിയായാണ് ഓടപ്പൂ സങ്കല്പിക്കപ്പെടുന്നതെന്നാണ് പ്രസക്തമായ മറ്റൊരഭിപ്രായം. പ്രജാപതിമാരുടെ സദസ്സിൽ വെച്ച് ദക്ഷൻ ശിവനെ അധിക്ഷേപിച്ചപ്പോൾ ഭൃഗു മഹർഷി താടി തടവി ചിരിച്ചു എന്നാണ് പറയുന്നത്. ഈ വിരോധം മൂലം ദക്ഷയാഗത്തിന് വിഘ്നം വരുത്തുന്ന വേളയിൽ ശിവഭൂതങ്ങൾ ഭൃഗുമുനിയുടെ താടി പിടിച്ചു പറിച്ചു എന്നാണ് ഐതിഹ്യത്തിലെ മറ്റൊരു കാര്യം. ഐതിഹ്യത്തിലെ പാഠഭേദങ്ങൾ എന്തുതന്നെ ആയാലും നിറഞ്ഞു നിൽക്കുന്ന ശൈവ സാന്നിധ്യമാണ് ഓടപ്പൂ ഭക്തർക്ക് പകർന്നു നൽകുന്നത്. കൊട്ടിയൂർ തീർത്ഥാടനം നടത്തി എന്നതിനുള്ള പ്രകടമായ ചിഹ്നം കൂടിയാണ് ഓടപ്പൂ. ഭക്തഗൃഹങ്ങളുടെ പൂമുഖത്തും പൂജാമുറിയിലും ഓടപ്പൂ തൂക്കിയിടുന്നു. വാഹനങ്ങളിലും ഐശ്വര്യവർദ്ധനവിനായി ഓടപ്പൂ ചാർത്താറുണ്ട്. അടുത്ത വർഷം പുതിയ ഓടപ്പൂ കൊണ്ടുവന്നതിന് ശേഷമേ മുൻ വർഷത്തെ ഓടപ്പൂ മാറ്റാവൂ എന്നാണ് ചിട്ട. പഴയ ഓടപ്പൂ തീർത്ഥങ്ങളിൽ നിമജ്ജനം ചെയ്യുന്നതാണ് നല്ലത്. അലക്ഷ്യമായി ഉപേക്ഷിക്കാൻ പാടില്ല.
സമീപകാലത്ത് ഓടപ്പൂവിന് ദേശസൂചികാ പദവി ലഭിക്കുകയുണ്ടായി. കൊട്ടിയൂർ പെരുമാൾ വാസ്തവത്തിൽ ശിവനോ അതോ വിഷ്ണുവോ? ഈ ചോദ്യത്തിന് എന്താണ് പ്രസക്തി? തീർച്ചയായും ഉണ്ട്. കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിൽ നടന്ന പ്രശ്നചിന്തകളിൽ സംബന്ധിച്ച ദൈവജ്ഞരെല്ലാം ഏകസ്വരത്തിൽ ഇതൊരു വിഷ്ണു ക്ഷേത്രമാണെന്ന് അഭിപ്രായപ്പെട്ടു. ദൈവജ്ഞമതം ഇങ്ങനെ വരണമെങ്കിൽ കൊട്ടിയൂരിലെ വൈഷ്ണവ സാന്നിധ്യം അത്രമേൽ ശക്തമായിരിക്കണമല്ലോ. കൊട്ടിയൂരിലേക്കൊഴുകുന്ന തീർത്ഥാടക ലക്ഷങ്ങളുടെ കണ്ടത്തിൽ നിന്ന് വരുന്ന ഗോവിന്ദ ഹരിഗോവിന്ദ എന്ന നാമഘോഷണം സൂചിപ്പിക്കുന്നത് എന്താണ്? കൊട്ടിയൂരിൻ്റെ പുണ്യപൂർണതയാർന്ന വൈശാഖ മഹോത്സവം കൊണ്ടാടുന്ന വൈശാഖ മാസം വൈഷ്ണവ ആരാധനയുടെ പുണ്യകാലവുമാണ്. പ്രധാന ആരാധനാ ദിനങ്ങൾ തിരുവോണം, രോഹിണി, രേവതി എല്ലാം വൈഷ്ണവാഭിമുഖ്യമുള്ളവ തന്നെ. വിഷ്ണു പ്രീതികരങ്ങളായ ആരാധനകളും വഴിപാടുകളും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ശ്രീ കൊട്ടിയൂരപ്പന് ഏറെ പ്രിയങ്കരമാണെന്നത് മറ്റൊരു വസ്തുതയാണ്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് നമ്മുടെ ആരാധ്യ ദേവനായ ശ്രീ കൊട്ടിയൂരപ്പൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ എന്നാണ്. ദക്ഷയാഗ കഥയിൽ തന്നെ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് കാണാം. പ്രിയ പത്നി വിയോഗത്തിൽ സംഹാര രുദ്രനായി തീർന്ന സാക്ഷാൽ ശ്രീ പരമേശ്വരനാണല്ലോ കൊട്ടിയൂരിൽ സ്വയംഭൂ സാന്നിധ്യമായി നിലകൊള്ളുന്നത്. സംഹാര രുദ്രനായ ഭഗവാനെ അനുഗ്രഹദാതാവാക്കുവാൻ സാധിക്കില്ല എന്നത് ശരിയാണ്. ഭഗവാന്റെ തീഷ്ണത അത്യുഗ്രമാണ്. ഭഗവാൻ തീഷ്ണഭാവത്തിൽ വർത്തിക്കുന്ന ചില ക്ഷേത്രങ്ങളിൽ ഭഗവത് വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ചെറിയ കുളങ്ങളോ ജലസങ്കേതങ്ങളോ സൃഷ്ടിച്ചിട്ടുള്ളതായി കാണാം. തീഷ്ണതയ്ക്ക് കുറവ് വരുത്താനാണിത്. കൊട്ടിയൂരിൽ 4 ചുറ്റും വെള്ളം തന്നെയാണ്. അപ്പോൾ എത്രമേൽ തീവ്രമാണ് ഇവിടുത്തെ യഥാർത്ഥ നില എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ ഉഗ്ര വിഗ്രഹനെ സമന്വയിപ്പിക്കാൻ കഴിവുള്ള ഒരു മൂർത്തിയെ ജഗത്തിലുള്ളൂ, സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു. നേരിട്ട് സംഹാരേശ്വരനോട് എന്തെങ്കിലും അപേക്ഷിക്കാൻ ആർക്കുമാവില്ല. അതിനാൽ മഹാവിഷ്ണുവിൻ്റെ സഹായം കൂടിയേ തീരും. അതാണ് ഗോവിന്ദപാദങ്ങളെ ഭക്തന്മാർ ആശ്രയിക്കുന്നതും ഗോവിന്ദ സാന്നിധ്യം ഏറ്റവും ശക്തമായുള്ളപ്പോൾ മാത്രം അക്കരെ പ്രവേശിക്കുന്നതും. കൊട്ടിയൂരിൽ വിഷ്ണു ഭഗവാൻ അത്രയേറെ കരുതലോടെ മുഴുവൻ പ്രഭാവത്തോടെ ശ്രീ പരമേശ്വര പാർശ്വത്ത് തന്നെ വസിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കൊട്ടിയൂരിലെ പടിഞ്ഞീറ്റ ഇല്ലം. പടിഞ്ഞീറ്റ ഇല്ലക്കാർ പണ്ടുകാലത്ത് കൊട്ടിയൂർ പ്രദേശത്തായിരുന്നു അധിവസിച്ചിരുന്നത്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം പടിഞ്ഞീറ്റ നമ്പൂതിരിമാരുടെ ഇല്ലമായിരുന്നു എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ഇല്ലം നിലനിന്നിരുന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നും ഒരു പക്ഷമുണ്ട്. കാലക്രമേണ ഭൂസ്വത്തെല്ലാം ദേവസ്വത്തിലേക്ക് ഏൽപ്പിച്ച് തൃപ്പടി ഭണ്ണാരം സ്വന്തമായി എടുക്കാനുള്ള നിശ്ചയത്തിന്മേൽ ജന്മശാന്തിയായി ഇവർ തുടരുന്നു. ആയില്യക്കാവിലെ പൂജകളും വൈശാഖോത്സവകാലത്തെ അമ്മാറക്കൽ തറയിലെ പൂജാകർമ്മങ്ങളും നിർവഹിക്കുന്നത് ഈ ബ്രാഹ്മണ ശ്രേഷ്ഠരാണ്. നീരെഴുന്നള്ളത്ത്, ചോതിപുണ്യാഹം, പന്തീരടി വിളക്ക്, മകം, കലപൂജാകർമ്മങ്ങൾ, കലശാട്ടം എന്നിങ്ങനെയുള്ള പ്രധാന ചടങ്ങുകളിലും വറ്റടി ദിവസത്തെ മഹനീയ ചടങ്ങിലും പടിഞ്ഞീറ്റ നമ്പൂതിരിമാർ മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നു. 5 വീട്ടുകാർ ആക്കൽ, തിട്ടയിൽ, കരിമ്പനക്കൽ, ചാത്തോത്ത്, കുളങ്ങരേത്ത് എന്നിവരാണ് 5 തറവാട്ടുകാർ. കരിമ്പനക്കൽ തറവാട്
കാലക്രമത്തിൽ ചാത്തോത്ത് തറവാട്ടിലേക്ക് ചേരുകയാണ് ഉണ്ടായത്. അങ്ങനെ കരിമ്പനക്കൽ ചാത്തോത്ത് എന്ന ഒറ്റ തറവാടായി മാറി. ഇന്ന് 4 തറവാടുകളിലെയും കാരണവന്മാരാണ് ഇവിടുത്തെ പാരമ്പര്യ ഊരാളന്മാർ. ഒറ്റപ്പിലാൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പില മലയുടെ അധിപതിയാണ് ഒറ്റപ്പിലാൻ എന്ന കുറിച്യ സമുദായ സ്ഥാനികൻ. മലോ ദേവസ്ഥാനത്തും കൊട്ടേരിക്കാവിലും മലക്കാരി ദേവസ്ഥാനത്തും ഒറ്റപ്പിലാനാണ് തന്ത്രിയും പൂജാരിയും. പൂണൂലില്ലാത്ത തന്ത്രി എന്ന് ഒറ്റപ്പിലാൻ സ്ഥാനികനെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ ദേവസങ്കേതങ്ങളിൽ മറ്റുള്ളവർക്ക്, ബ്രാഹ്മണർക്ക് പോലും പൂജാതി കർമ്മങ്ങൾ നടത്താനുള്ള അവകാശമില്ല. നീരെഴുന്നള്ളത്ത്, ചോതിദീപം തെളിയിക്കൽ എന്നീ പ്രാരംഭ ചടങ്ങുകളിൽ മുഖ്യസ്ഥാനം വഹിക്കുന്നതും ഒറ്റപ്പിലാൻ എന്ന കുറിച്യ സമുദായ സ്ഥാനികനാണ്. വാവലിക്കെട്ട്, അഭിഷേകങ്ങൾക്കായുള്ള മുളമ്പാത്തി സമർപ്പണം, തിടപ്പള്ളി ഞെട്ടിപ്പനയോല കൊണ്ട് മേയാൻ തുടക്കമിടുന്നത് എന്നിങ്ങനെ പ്രാധാന്യമേറിയ നിരവധി ചുമതലകളിലും ഉത്സവ സമാപന വേളയിലെ നിഗൂഢ കർമ്മങ്ങളിലും ഈ സ്ഥാനികൻ മുഖ്യ പങ്കാളിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്തേ.